ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് അരിയുണ്ട. ഇത് വളരെ പഴയ ഒരു റെസിപ്പിയാണ്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. ഈ കാണുന്ന 4 ഇൻഗ്രീഡിയൻസ് മതി അരിയുണ്ട ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ 1 കപ്പ് മട്ട അരി എടുത്തിട്ടുണ്ട്. മട്ട അരി വെച്ചിട്ട് അരിയുണ്ട ഉണ്ടാക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവാറുള്ളത്. 1 കപ്പ് മട്ട അരിയിലേക്ക് 150 ഗ്രാമോളം ശർക്കര എടുത്തിട്ടുണ്ട്. നല്ല കറുത്ത കളറുള്ള ശർക്കര എടുത്തു കഴിഞ്ഞാൽ അരിയുണ്ടയ്ക്ക് ഒരു പ്രത്യേക കളർ ഉണ്ടായിരിക്കും. പിന്നെ നമുക്ക് വേണ്ടത് ഏലക്കായ, 4-5 ഏലക്ക പൊടിച്ചതും, പിന്നെ 1/2 കപ്പ് തേങ്ങ ചിരകിയതും വേണം. നമുക്ക് അരി ഒന്ന് നന്നായി കഴുകിയെടുക്കാം. അരി കഴുകിയിട്ടാണ് നമ്മൾ വറുക്കണേന്നുണ്ടെങ്കിൽ അധിക നാൾ അരിയുണ്ട പുറത്ത് കേടാകാതെ ഇരിക്കില്ല, ഫ്രിഡ്ജിൽ വെക്കേണ്ടി വരും. ഇനിയിപ്പോൾ കഴുകാണ്ടാണ് ഉണ്ടാക്കണേന്നുണ്ടെങ്കിൽ ഇത്തിരി നാളൊരു 2 ആഴ്ചയൊക്കെ മാക്സിമം ഇരിക്കും കേടാകാതെ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അരിയുണ്ട ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. നമുക്ക് ഈ അരി ഒന്ന് കഴുകാം. നമ്മൾ പാന് നല്ല ഫ്ലെയിമിൽ അടുപ്പത്ത് വെക്കുന്നുണ്ട്. പാൻ നന്നായി ചൂടായിട്ടുണ്ട് കേട്ടോ. നമുക്കതിലേക്ക് കഴുകി വാറ്റി വെച്ചിട്ടുള്ള അരി ഒന്ന് ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളമൊക്കെ ഉണ്ട് ഇതിൽ. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണേ. ഇടതടവില്ലാതെ നമ്മൾ ഇളക്കി കൊടുത്തോണ്ടേയിരിക്കണം, ഇല്ലെങ്കിൽ ഇത് പാനിൽ പിടിക്കും കേട്ടോ അരി. ഇപ്പം നല്ല ഹൈ ഫ്ലെയിമിലാണ് തീ കിടക്കുന്നത്. ഇത് നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് എപ്പോഴാക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അരിയൊക്കെ ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ ഇപ്പോൾ ചെറിയ സൗണ്ടൊക്കെ വരുന്നുണ്ട്. ഇതിലത്തെ വെള്ളമൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട് അരിയിലത്തെ, അതാണ് ആ സൗണ്ടൊക്കെ വരുന്നത്. ഇപ്പോൾ കണ്ടോ അരിയൊക്കെ ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നുണ്ടോ, അത് വെള്ള കളറായി വരുന്നുണ്ട്. അപ്പോൾ താഴെയുള്ള അരിയെല്ലാം റെഡി ആയി തുടങ്ങി. നമുക്ക് ഈ സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കാം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും, ഉള്ളിലേക്ക് വേവില്ല. അരിയുണ്ട ഉണ്ടാക്കാൻ പച്ചരിനയിലും പുഴുങ്ങലരിനയിലും ഏറ്റവും ടേസ്റ്റ് ഈ മട്ട അരിയാണ്. മാക്സിമം ഒരു 10-15 മിനിറ്റ് ഇതിൻ്റെ ഉള്ളിൽ ഈ അരി വറുത്ത് കഴിയും. ഇതിപ്പോൾ ഞാൻ കഴുകിയത് കൊണ്ട് ഇത്തിരി ഈർപ്പതിലുള്ളത് കൊണ്ടാണ് ഇത്രയും സമയം എടുക്കണേ, അല്ലെങ്കിൽ ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിലൊക്കെ ഇത് റെഡിയായി കിട്ടും. ഇപ്പോൾ 13 മിനിറ്റോളം ആയിട്ടുണ്ട്. ഏകദേശം എല്ലാ അരിയും പൊട്ടി പൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു മിനിറ്റും കൂടെ നമുക്ക് ഈ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് അപ്പം തന്നെ വേറൊരു പാത്രത്തിലേക്ക് ഈ അരിനെ മാറ്റാം. അരിയുടെ ചൂടൊക്കെ ഒന്ന് മാറുമ്പോൾ നമുക്ക് ഇത് മിക്സിയുടെ ജാറിലൊന്ന് പൊടിച്ചെടുക്കണം. നമ്മൾ മിക്സീൻ്റെ ഒരു ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള ശർക്കര ഇട്ട് കൊടുക്കാം. 5-6 ഏലക്കായയും കൂടെ ഇട്ട് കൊടുക്കുക. തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കണേ. നമുക്ക് ഈ 3 ഇൻഗ്രീഡിയൻസും ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. തേങ്ങയും ഏലക്കായും നന്നായി അരഞ്ഞിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ചൂടാറിയിട്ടുള്ള അരി ഒന്ന് പൊടിച്ചെടുക്കാം. മിക്സിൻ്റെ ജാറിൽ വെള്ളമൊന്നും പാടില്ല. ഇതിലേക്ക് ചൂടാറിയിട്ടുള്ള അരിമണി കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് ഒരു 3 ബാച്ചോ 2 ബാച്ചോ ആയിട്ട് ഞാനിത് പൊടിച്ചെടുക്കട്ടെ. ഇതേപോലെ നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഭയങ്കര ഫൈൻ പൗഡറൊന്നും ആവണ്ട, ചെറിയ ഒരു തരിയൊക്കെ ഉണ്ടായിരിക്കണം. അപ്പോഴാണ് നമുക്കിത് അരിയുണ്ട കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ള ബാച്ചസും കൂടെ ഞാൻ പൊടിച്ചു കൊണ്ടുവരാം. നമുക്കിതിലേക്ക് തേങ്ങയുടെയും ശർക്കരയുടെയും കൂട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് കുഴച്ച് കൊടുക്കാം. അരിപ്പൊടിയിൽ നന്നായിട്ട് മിക്സ് ആവണം, അതുവരേക്കും ഇതൊന്ന് കുഴച്ചെടുക്കാം. നമുക്ക് ഇത് നമുക്ക് ഒരാഴ്ച വരെ ഫ്രിഡ്ജിൽ വെക്കാതെ പുറത്ത് വെച്ചിട്ട് ഒരു ഗ്ലാസ് കണ്ടെയ്നറിലോ
അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാത്രത്തിലോ ഒക്കെ അടച്ചു മൂടി വെച്ചിട്ട് ഉപയോഗിക്കാം. ഒരാഴ്ച കഴിഞ്ഞാൽ ഇത് കേടായി തുടങ്ങും. അപ്പോൾ നമ്മൾ ഒരുപാട് നാളത്തേക്കൊക്കെയാണ് നമ്മൾക്കിത് ഉണ്ടാക്കി വെക്കേണ്ടതെന്നുണ്ടെങ്കിൽ അരി വറുത്ത് പൊടിച്ച് ഒരു പാത്രത്തിൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴാണ് കഴിക്കാൻ ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ നമുക്കൊരു 10 മിനിറ്റ് കൊണ്ടൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാമല്ലോ. തേങ്ങയും ശർക്കരയും മാത്രം ഒന്ന് അരച്ച് ഈ പൊടിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാമല്ലോ. കണ്ടില്ലേ, ഇതേപോലെ ഷേപ്പിലേക്ക് ആക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് 10 അരിയുണ്ട നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്, നല്ല ജ്യൂസിയാണ്. കണ്ടില്ലേ എത്ര സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് നോക്ക്. ഇത് നാളത്തേക്ക് ഇതിനേലും കുറച്ചും കൂടി സോഫ്റ്റ്നെസ് പോയിട്ടുണ്ടാകും. അപ്പോൾ കറക്റ്റ് പാകാവും. ഇതേപോലെ ഇത്രയും സോഫ്റ്റിൽ കഴിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടായിരിക്കും അരിയുണ്ട. ഇതിനേലും ഹാർഡിൽ കഴിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടായിരിക്കും. അരിയുണ്ട ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഇത്തിരി കൂടുതൽ തേങ്ങയും ശർക്കരയും ഒക്കെ ചേർക്കുന്നതാണ്. അപ്പോൾ ഇതിന് ടേസ്റ്റ് കൂടുകയും ചെയ്യുക. അരിയുണ്ട റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കണു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സമയം കിട്ടുമ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.